Hello friends, welcome to JB Cam Shoots. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്മസ് ഒക്കെ വരെയല്ലേ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ശരി എന്നാൽ പിന്നെ ഗ്രേപ്സ് കൊണ്ട് ഒരു വൈൻ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയതെല്ലാം തീർന്നു. അപ്പോൾ ഒരു വൈൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞങ്ങൾ വൈൻ ഉണ്ടാക്കിയിട്ട് ലാലേട്ടൻ ചോദിച്ച പോലെ വൈകിട്ട് എന്താ മോനെ പരിപാടി എന്ന് ചോദിക്കാനാണ് പ്ലാൻ. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റെപ്സാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ ഫസ്റ്റ് ക്ലാസ് അതിനൊന്ന് കഴുകിയെടുത്തു. അതല്ല എൻ്റെ നേച്ചുറൽ പ്രോസസ്സ്. കാരണം അത് ഭയങ്കര അഴുക്കായിരിക്കും. അപ്പോൾ വെള്ളത്തിൽ നന്നായിരുന്നു കഴുകിയെടുത്തു. കഴുകി വൃത്തിയാക്കിയിട്ട് വാരി വെച്ചു. പിന്നെ ഞാൻ എപ്പോഴും കൊപ്പി നല്ല ഉണക്കി സൂക്ഷിക്കും കേട്ടോ. അതിൽ പഞ്ചസാര ഒരു ലെയർ, മുന്തിരിങ്ങ ഒരു ലെയർ, പഞ്ചസാര ഒരു ലെയർ, മുന്തിരിങ്ങ ഒരു ലെയർ. അതിൻ്റെ കണക്ക് ഞങ്ങൾ എടുത്തത് വന്നിട്ട് 1 കിലോ ഗ്രേപ്സ് ആണ്. 1 കിലോ ഗ്രേപ്സിന് 1 കിലോ ഷുഗർ എന്ന കണക്കിലാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ മുന്തിരിങ്ങയുടെ ആ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ടേ അതിൻ്റെ കുറച്ച് പൊളിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കും കേട്ടോ. നല്ല മധുരമുള്ള മുന്തിരിങ്ങ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു 3/4 കിലോ ഷുഗറിൽ നിർത്തും, അല്ലെങ്കിൽ ഞാൻ കുറച്ചൊന്ന് കയറ്റും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ പ്രൈസ് നല്ല റെഡ് കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞങ്ങൾ ഇത് ഇടുന്ന സമയത്ത് ഇത് ഇട്ട് വെച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് നല്ല റെഡ് കളറിൽ. ഇത് കഴിഞ്ഞോടെ നമ്മൾ ഒരു 2 ബോട്ടിൽ വെള്ളമാണ് കണക്കെടുത്ത്. പക്ഷേ 2 ബോട്ടിൽ വെള്ളം വേണ്ടി വന്നില്ല. ഞങ്ങൾ ഒരു ബോട്ടിൽ മാത്രമേ ഒഴിച്ചുള്ളൂ. 1.25 ബോട്ടിൽ ഒഴിച്ചു പോകുന്നുണ്ട്. കാരണം അത് നമുക്ക് ഒരുവിധം കാണുന്നത് വരെ മുന്തിരിങ്ങയുടെ അളവൊക്കെ അറിയുമ്പം നമുക്ക് അങ്ങനെ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് നമ്മൾ പറയുന്നില്ലേ, ഇപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി ഇത് വെച്ചതിന് ശേഷം കെട്ടിവെച്ച ശേഷം 45 ഡേയ്സിന് കണക്ക്. ശരിക്കും 45 ഡേയ്സ് നമ്മൾ കെട്ടി വെക്കണം. ദിവസം അതിനെ ഒന്ന് കെട്ട് അയച്ചിട്ട് ഇളക്കിയെടുക്കണം. പക്ഷേ ഞങ്ങൾ ചെയ്തുള്ളൂ. കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഉണ്ടാക്കിയത് 1 കൊല്ലം ആയിട്ടുണ്ടായിരുന്നു. അത് ദിവസം കൂടെ കൂടുന്ന അതിൻ്റെ വീര്യം കൂടി വരുമായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് സ്പൈസസ് ഇടും കേട്ടോ. എപ്പോഴും സ്പൈസസ് നമ്മുടെ കയ്യിലുള്ള സ്പൈസസ് തന്നെയാണ്. അടുക്കളയിൽ എപ്പോഴും ഉണ്ടാവുന്ന സ്പൈസസ് തന്നെ. കറാമ്പട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ, ഏലക്കായ ഇട്ടു, കറാമ്പട്ട ഇട്ടു, പിന്നെ അത് തന്നെയുള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ക്ലോസ് ഉണ്ടായിരുന്നു. ക്ലോസ് ഇട്ടുണ്ടായില്ല. അത് ഇപ്പം ഇതിൻ്റെ രൂപം ഇങ്ങനെയല്ല കേട്ടോ. ഇപ്പം നല്ല ക്ലിയർ ആയിട്ടില്ലേ കാണുന്നത്. ഇപ്പം ഇട്ടിട്ട് നമുക്ക് ഒരാഴ്ചയോളമായി. അപ്പോൾ ഇതിൻ്റെ രൂപം ഇങ്ങനെയല്ല, ശരിക്കും എൻ്റെ കളറ് വന്നിട്ടുണ്ട്. പിന്നെ ഈസ്റ്റ് ഞാൻ 1 സ്പൂൺ ഈസ്റ്റ് ഇട്ടു കേട്ടോ. 1 സ്പൂൺ ഇട്ടുള്ളൂ. 1 സ്പൂൺ ഇട്ടുള്ളൂ. 1 സ്പൂൺ ആഡ് ചെയ്തുള്ളൂ. കാരണം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക, ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം. കാരണം എന്താ വെച്ചാൽ പഞ്ചസാരയും ആ ഈസ്റ്റും കൂടി തമ്മിലൊരു ഇത് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നൊന്ന് ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല കോട്ടൺ തുണി കൊണ്ട് നമ്മൾ കെട്ടി വെച്ച്, അതായത് എന്ത് വേണം, പക്ഷേ കോട്ടൺ ബെസ്റ്റാണ്. കാരണം ഡെയിലി അഴിക്കേണ്ടതാണ്. എന്നിട്ട് ഡെയിലി വന്നിട്ട് 1 വർഷം ഒന്ന് എടുത്തിട്ട് ഇളക്കി വീണ്ടും കെട്ടി വയ്ക്കുക. അങ്ങനെ 45 ഡേയ്സിന്. അപ്പം നമ്മളിത് വന്നിട്ട് ആക്ച്വലി ഈ പ്രാവശ്യം ക്രിസ്മസിൻ്റെ മുമ്പ് ഒരാഴ്ച മുമ്പ് ഞങ്ങൾ എടുക്കുള്ളൂ. അപ്പോഴേക്കും അത് സെറ്റ് ആവണം നന്നായിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇവിടെ ഫിനിഷ് ആവുകയാണ്. ഇനി ഞങ്ങളിത് ക്രിസ്മസ് തലേ മാത്രമേ അഴിക്കുള്ളൂ. അപ്പോൾ അതിന് വീഡിയോ വേറെ വരും. അപ്പോൾ അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ, ഗുഡ് ബൈ ഗൈസ്. ഇപ്പോൾ ഇത് കണ്ട, ഇത് ഞങ്ങൾക്ക് വെച്ചിട്ട് ഒരാഴ്ചയാകുമ്പോഴേക്കും ഇതിൻ്റെ കളറ് കണ്ട അടിപൊളിയായിരുന്നു. അപ്പോൾ ക്രിസ്മസ് ആകുമ്പോഴേക്കും ക്രിസ്മസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ വേറെ സംഭവമുണ്ട്, പ്ലം കേക്ക് അല്ലേ. പ്ലം കേക്ക് ഉണ്ടാക്കണമെങ്കിൽ റം വെച്ച് ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ വേറെ ഉണ്ട്. അപ്പോൾ സീ യു ഗൈസ്, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Stars, I wanna take a trip to